നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റ് ആണ്. ആദ്യം ഇത് നല്ല രീതിക്ക് വൃത്തിയാക്കണം. അതിൻ്റെ ഉള്ള മഷിയെല്ലാം വൃത്തിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. നല്ല വൃത്തിയായി കഴുകിയ ശേഷം ഇത് കുഞ്ഞി കുഞ്ഞി കഷ്ണമായിട്ട് മുറിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും കഴുകിയ ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് മസാലയാക്കും. മസാലക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കരിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ആക്കാൻ വെക്കണം. അതിനുശേഷം ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പില ഇട്ട് കൂന്തൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുക. കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടിത്തെറിക്കുക. നന്നായി ഇളക്കി ഫ്രൈ ചെയ്ത് എടുക്കണേ, ഇതായി കാണുന്ന പോലെ. എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം വീണ്ടും ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ച് വെച്ച പച്ചമുളകും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റുക. പിന്നെ അതിലേക്ക് വേണ്ടതാണ് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കൂന്തലെടുത്ത് ഈ മസാലയിലേക്ക് ഇടുക. നന്നായി ഇളക്കി കറിവേപ്പില ഇട്ടിട്ട് മൂടി വെക്കുക. മൂടി വെച്ച ശേഷം ആവിയിൽ കിടന്ന് നന്നായി സോഫ്റ്റ് ആയിക്കോ. ഇടക്കിടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഈ കൂന്തൽ നല്ല കറുത്ത കളറായി വരുമ്പോൾ അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇടുക. തേങ്ങ കൊത്തും കൂടി ഇടുന്ന നല്ലതാണ്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ഇളക്കി എടുത്താൽ നമ്മൾ കൂന്തൽ റോസ്റ്റ് റെഡി.